ചില ദിവസങ്ങളിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒരുപാട് ബാലൻസ് വരാറുണ്ട്. നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കുള്ള ചോറൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്നവരുമുണ്ട്. പിറ്റേ ദിവസം അതെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും തിളപ്പിച്ചെടുത്ത് ഉപയോഗിക്കാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ചോറിൽ പലപ്പോഴും വെള്ളം പിടിക്കാറുണ്ട്. അല്ലെങ്കിൽ പഴയ ചോറിൻ്റെ ഒരു സ്മെല്ലും വരാറുണ്ട്. ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പുതിയ ചോറ് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറ് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കഴുകിയെടുക്കുക. ചോറിലെ വെള്ളം മുഴുവനായും മാറിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയും കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കുക. കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയ ശേഷം വേണം ചൂടാക്കിയെടുക്കാൻ. കുക്കർ നല്ലതുപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് നല്ലതുപോലെ ചൂടായി കിട്ടും. നമ്മളിപ്പം വെച്ചതുപോലെ തന്നെ പുതിയ ചോറ് പോലെ തന്നെ കിട്ടും. 5 മിനിറ്റ് കഴിയുമ്പോൾ കുക്കർ തുറന്നു നോക്കുക. ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ നല്ല പുതിയ ചോറ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചോറിലെ വെള്ളം മുഴുവനായും പിഴിഞ്ഞു മാറ്റിയ ശേഷം വേണം ഇങ്ങനെ ചൂടാക്കിയെടുക്കാൻ. നമ്മൾ സെർവ് ചെയ്യുന്ന സമയം വരെ ഈ കുക്കറിൽ തന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ അടച്ചു സൂക്ഷിക്കാനും പറ്റും. അടുത്ത ടിപ്പ്, നമ്മൾ പതിവായി ചായയും കോഫിയും ഒക്കെ എടുക്കുന്ന കോഫി മഗ്ഗുകളിൽ നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയാലും പോകാത്തതുപോലെ ഇതുപോലെ കറകൾ പിടിച്ചിരിപ്പുണ്ടാവും. ഇങ്ങനെ കറകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കപ്പിലേക്ക് അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ വിരൽ കൊണ്ട് ഒന്ന് ചെറുതായി ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ പെട്ടെന്ന് തന്നെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം മഗ് ഒന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ. എത്ര പോകാത്ത കറകളാണെങ്കിലും നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. കപ്പ് ഒന്ന് നനച്ച ശേഷം ഇങ്ങനെ അല്പം ഉപ്പുപൊടി കൊണ്ട് ഉരച്ചു കൊടുത്താൽ മതി, മാറിക്കിട്ടും. കപ്പിന്റെ പിടിയിലും അടിയിലെ സൈഡിലുമെല്ലാം ഇങ്ങനെ ഉപ്പുകൊണ്ട് ഉരച്ചു കൊടുക്കുക. ഇതൊന്ന് കഴുകിയ ശേഷം നമുക്ക് കണ്ടു നോക്കാം. നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും കപ്പിലെ കറകളെല്ലാം മാറി പുത്തൻ പോലെ തന്നെ ആയി കിട്ടിയത്. ഇനി ഇങ്ങനെ കറകൾ മാറ്റാൻ വേണ്ടി ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടേണ്ട. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഉപകാരമാവും. അടുത്തത്, നമ്മൾ ചോറ് വാർത്ത ശേഷം കളയുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകൾ ഇതിലൊന്ന് 10 മിനിറ്റ് മുക്കി വെച്ച് കഴുകിയെടുത്താൽ അതിലുണ്ടാവുന്ന മഞ്ഞക്കറകളും എണ്ണമയവും എല്ലാം മാറി നല്ല ക്ലീനായി തന്നെ കിട്ടും. കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളിൽ മിക്കപ്പോഴും കറിയൊക്കെ പിടിച്ച് ബാഡ് സ്മെല്ലും വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ 10 മിനിറ്റ് മുക്കിയ ശേഷം കഴുകിയെടുത്താൽ മതി. ഇതിൽ കഞ്ഞിവെള്ളം കൂടി ഉപയോഗിച്ചത് കൊണ്ട് ഈ തുണികൾ ഒരുപാട് നാൾ ഈട് നിൽക്കുന്നതുമാണ്. 10 മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ കഴുകിയെടുക്കുക. ഇതിലെ കറകളും എണ്ണമെഴുക്കുമെല്ലാം പോയി നമുക്ക് പുത്തൻ ടവലുകൾ പോലെ ആക്കിയെടുക്കാൻ പറ്റും. എത്ര അഴുക്ക് പിടിച്ച കിച്ചൺ ടവലുകളും തോർത്തുകളും എല്ലാം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം.